ഫീലായിരുന്നു. ശരിക്കും ആ സിനിമയൊക്കെ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. എല്ലാരും ഭയങ്കര ഒരു വിരഹ മൂഡിലേക്ക് തന്നെ കൊണ്ടുപോയി ശ്രീഹരി. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. ഓക്കെ, ഷാനിക്ക. ശ്രീഹരി എന്തോ നന്നായിട്ട് പാടിയടാ നീ. താങ്ക് യു സാർ. നന്നായിട്ട് പാടി. വോയിസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അല്ലേ? അതെ. ആ, അപ്പൊ അതിന്റെ ചെറിയൊരു സ്ട്രെയിനും ഒരു ക്രാക്കും ഉണ്ട് വോയിസിൽ. പക്ഷെ അത് ആക്ച്വലി ഈ പാട്ടിനെ ഒന്ന് ചെറുതായിട്ട് എൻഹാൻസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു ഏങ്ങലും ആ ഒരു സാഡ്നെസ് ഒക്കെ കുറേയൊക്കെ ശ്രീഹരിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ ആദ്യം പറയാം. പിന്നെ ചരണത്തിൽ അമ്മപ്പൈങ്കിളി ചൊല്ലു നീ ചൊല്ലു എന്ന് പറഞ്ഞ ആ ചരണത്തിൻ്റെ എൻ്റെ വരെയുള്ള ആ 3 വരി അത് അസാധ്യമായിരുന്നു. താങ്ക് യു സാർ. ഇനി കാര്യത്തിലേക്ക് വരാം. നമ്മൾ മൂക്ക് കൊണ്ടല്ല പാടുക. നമ്മൾ എന്തുകൊണ്ടാണ് പാടുക? എന്താ? വായ കൊണ്ടാണല്ലോ പാടുക. പിന്നെ മൂക്കിന്റെ താഴെ മൈക്ക് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക ശ്രീഹരി? കുറേയൊക്കെ എന്ന് പറഞ്ഞ ടോണാണ് കൂടുതലും കേൾക്കാൻ പറ്റിയത്. കാരണം മൈക്ക് ഇവിടെ എവിടെയാണ് ഉണ്ടായിരുന്നത്. കുറച്ചുകൂടെ ഒന്ന് താഴെയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടായേനെ, കുറച്ചുകൂടെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്തേനെ. എനിക്ക് ഇതിലും മൈക്ക് പ്ലേസ്മെന്റ് പ്രോപ്പറായിട്ട് ഇങ്ങനെ പിടിക്കണം, ഇവിടെ വേണം, കറക്റ്റ് മൗത്തിൻ്റെ ഇവിടെ വരണം, എന്നാലേ അത് ക്യാപ്ചർ ചെയ്യുള്ളൂ. വേറെ അവിടുന്ന് 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ അങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അത് ക്യാപ്ചർ ചെയ്യില്ല. അതുകൊണ്ടാണ് നേരത്തെയും പറഞ്ഞത് പല ഡീറ്റെയിൽസും മിസ്സായി പോകുന്നത്. ഇതൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നുകൊണ്ടാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, നേരെ മേലോട്ടേക്കാണ് മൈക്ക് പിടിച്ചത് ശ്രീഹരി. അപ്പം എന്താ വെച്ചാൽ കുറേ നേസൽ ടോണാണ് നമുക്ക് വരിക. ഒരു എന്ന് പറയുന്ന ഒരു ടോണില്ലേ, അതാണ് കൂടുതൽ കേൾക്കാൻ പറ്റണേ. മനസ്സിലാവുന്നുണ്ടോ ശ്രീഹരിക്ക് പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ആ, പക്ഷെ ഞാൻ പറയുന്നത് പാട്ട് നന്നായിട്ട് പാടി, പാട്ടിൻ്റെ ഫീലും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ശബ്ദവും കൂടെ നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ക്ഷമിച്ചേട്ടാ. ഓക്കെ ശ്രീഹരി, എന്തോ ഷാനിക്ക് ഇപ്പൊ പറഞ്ഞതിന് എന്തൊക്കെ മനസ്സിലാക്കി ശ്രീഹരി? മൈക്ക് പ്ലേസ്മെന്റ് ആണ് കൂടുതൽ. ആ, എന്നുവെച്ചാൽ എങ്ങനെ ആയിരിക്കണം മൈക്ക് പോണത് ഇപ്പം മോൻ പിടിക്കുന്നത് മൂക്കിന്റെ ഫ്രണ്ട്. അതെ അതെ, ഇപ്പൊ ഇങ്ങനെയാണ് പിടിക്കണ്ടേ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ ശബ്ദം? കണ്ടോ മോന്റെ വോളിയം ഒക്കെ കൂടി. എനിക്ക് നന്നായിട്ട് കേൾക്കാം ഇപ്പൊ സംസാരിക്കുന്നത്. ഇത് നമ്മൾ കറക്റ്റ് ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ഇരുന്നിട്ട് എങ്ങനെയുണ്ട് മനസ്സിലായില്ലേ? ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ പ്ലേസ്മെന്റ് മാറുമ്പോൾ ഈ ലെപ്പലിൽ ഇങ്ങനെ ആണെങ്കിൽ അപ്പം മൈക്കിലൊക്കെ എന്തായിരിക്കും, ഡൈനാമിക് മൈക്കിൽ ഭയങ്കര വ്യത്യാസം വരും കേട്ടോ. അപ്പം മോനെ മൈക്ക് പ്ലേസ്മെന്റ് ആണ് ഞാൻ ആകെ ഇതിൽ മൈക്ക് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ എൻ്റെ പേപ്പറിൽ. കാരണം മോൻ്റെ ശബ്ദം നല്ല ശബ്ദമാണ്, മോന് നല്ലൊരു ശബ്ദം വരാനിരിക്കുകയാണ്. അതിങ്ങനെ ഒരു ട്രാൻസ്ഫോമിങ് സ്റ്റേജിലാണ്. അപ്പോൾ ആ സമയത്ത് ആ ശബ്ദത്തിന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പാട്ടിൽ ബ്രില്യൻ്റ് ആയിട്ട് എടുക്കണം. അതാണ് ഇനി തൊട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് എന്തായാലും ബ്രില്യൻ്റ് ആയിട്ട് എടുത്തു കേട്ടോ. ഈ പാട്ട് ചൂസ് ചെയ്തതൊക്കെ റൈറ്റ് ആയിരുന്നു. സ്കെയിലൊക്കെ ഓക്കെ ആയിരുന്നു. സാധാരണ ശ്രീഹരിക്ക് പെട്ടു പോകുന്ന സ്ഥലത്തൊക്കെ ശ്രീഹരി ഇമ്പ്രൂവ് ചെയ്തു. സ്കെയില് കറക്റ്റായിട്ട് ഇത്തവണ ചൂസ് ചെയ്തു. എന്തോ ഇന്നത്തെ ടോൺ ആ പാട്ടിനെ എലിവേറ്റ് ചെയ്ത് പറഞ്ഞ പോലെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഉള്ള നല്ല ശബ്ദം പുറത്ത് കേൾപ്പിക്കണ്ടേ? ആ സമയത്ത് നമ്മൾ മൂക്കിലും ചെവിയിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ മോനെ. ഇന്നത്തെ ഡേ മോൻ നന്നായിട്ട് പാടി എന്തായാലും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാമി ചേട്ടാ. ഹരി ചേട്ടാ. ശ്രീഹരി എന്തോ എന്നിട്ടാണ് ഉഷാറല്ലേ? പിന്നെ ജാതി പൊള്ളിയല്ലേ? ആ, എനിക്കിഷ്ടമായി പാടിയത്. താങ്ക് യു സാർ. കരയാൻ വേണ്ടി കേട്ടിരുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പാട്ടാണ് അത്. എനിക്കും ശ്രീഹരി പാടുമ്പോൾ ആ ഫീല് തീർച്ചയായിട്ടും വന്നിരുന്നു. എസ്പെഷ്യലി ഈ പറയുന്ന പോലെ തന്നെ ആ ചെല്ല കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് എന്തോ ആ ക്യൂട്ട്നെസ് ശരിക്കും ഫീൽ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ മൈക്കൊക്കെ ഉഷാറായിട്ട് പിടിക്കുക, നമ്മുടെ ശബ്ദമൊക്കെ കേൾക്കണ്ടേ? കേൾക്കണം. അതാണ്. അപ്പോൾ പൊളിക്കുക, എന്നിട്ട് സൂപ്പർ സ്റ്റാർ ആവുക.
പൊളിക്കും. താങ്ക് യു സാർ. താങ്ക് യു ഹരി ചേട്ടാ. ശ്രീഹരി എന്തോ മാർക്സ് ചോദിക്കാം. ആ. ശകു ചേട്ടാ? അപ്പം ഇന്നത്തെ മാർക്ക് മോന് 8. താങ്ക് യു സാർ. താങ്ക് യു ശകു ചേട്ടാ. ഷാനിക്ക? 8. താങ്ക് യു സാർ. ഹരി ചേട്ടാ? 8. 8. താങ്ക് യു സാർ. 24 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത് ശ്രീഹരിക്ക്. അടിപൊളി. ഓ. ഇനി നമുക്ക് ഡ്യുവറ്റ് റൗണ്ട് പൊളിക്കണ്ടേ? പിന്നെ ആ, അപ്പൊ വേഗം പ്രാക്ടീസ് ചെയ്തോ. ബൈ. ഓടി